ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോഹതീരങ്ങൾ എന്ന പ്രണയ നോവലാണ്. അതിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോകല്ലേ. ഡോക്ടർ വിശാഖിൻ്റെ തല പൊതിഞ്ഞു വെച്ച തുണി മാറ്റി കോട്ടൺ കൊണ്ട് രക്തപ്പാടുകൾ തുടച്ചു. മുറിവുകൾ പരിശോധിച്ചു. ഇടതേ ചെവിയുടെ വരിപ്പ് പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുവശത്തും മുറിവുണ്ട്. ഒപ്പം 2 കാലിലും ഇടതു കൈയിലും തൊലികൾ തെന്നി മാറിയിട്ടുണ്ട്. ഡോക്ടർ അവൻ്റെ ഇടതുകാലിൻ്റെ തൊലി തെന്നിയ ഭാഗത്ത് പരിശോധിച്ചപ്പോൾ അവൻ ആ അമ്മേ എന്ന് നിലവിളിച്ചു. അവിടെ ഒടിവോ ചതവോ ഉണ്ടായിട്ടുണ്ട്. എക്സ്റേ വേണ്ടി വരും. ഡോക്ടർ നിഗമനത്തിലെത്തി. ഹലോ, ഡോക്ടർ അവനെ വിളിച്ചു. വേദനയുടെ ഞരക്കത്തിനിടയിൽ വിശാഖ് മൂളിക്കെട്ടു. പേരെന്താ? വിശാഖ്. ഞരക്കത്തിൽ അവൻ പറഞ്ഞു. ഇവിടെ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഷിഖയുടെ സഹോദരനാണ്. ഒരു വിധത്തിൽ വേദന കടിച്ചമർത്തി അവൻ അത്രയും പറഞ്ഞു. അന്നേരവും ഗ്രീഷ്മയുടെ കാര്യം അവൻ പറഞ്ഞില്ല. കാതിൻ്റെ വരിപ്പ് തുന്നിച്ചേർത്ത ശേഷം എക്സ്റേ എടുക്കണമെന്ന് നഴ്സുമാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ എഴുതി നൽകി. ഇതിനിടയിൽ നഴ്സുമാരിൽ ആരോ ഷിഖയെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. ഷിഖ വെപ്രാളപ്പെട്ട് കാഷ്വാലിറ്റിയിലെത്തി. ദേ ഷിഖ ഇവിടെ ഉണ്ട്. അവളുടെ തിരക്ക് പിടിച്ചുള്ള വരവ് കണ്ട് ഒരു നേഴ്സ് അവളോട് പറഞ്ഞു. അവനെ കണ്ട അവൾ വിതുമ്പി തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ല ഷിഖെ. കാതിനും കാലിനും ചെറിയ പരിക്കുണ്ട്. കാലിന് പ്ലാസ്റ്റർ ഇടേണ്ടി വരും, ഡോക്ടർ പറഞ്ഞു. ഉടൻ തന്നെ അടുത്തു നിന്ന് സിസ്റ്ററുടെ ഫോൺ വാങ്ങി അവൾ അമ്മയെയും രക്തനെയും വിവരമറിയിച്ചു. അമ്മയോട് ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ഒരു ചെറിയ തലചുറ്റൽ മാത്രമെന്നേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നാലെ ഗ്രീഷ്മയും വിവരമറിയിച്ചു. അവൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഈയിടെയായി വിശാഖിൻ്റെ കാര്യത്തിൽ പഴയതുപോലുള്ള സംസാരമോ മറ്റോ അവൾക്കില്ല. അവൾ അകലുകയാണോ എന്ന് പോലും ഷിഖയ്ക്ക് തോന്നിത്തുടങ്ങി. എങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അറിയിക്കാതിരിക്കുന്നത് എങ്ങനെ? ഇതുവരെയും രണ്ടും രണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഗർഭിണിയും. ഷിഖ ഫോൺ നേഴ്സിന് മടക്കി കൊടുത്ത ശേഷം ഫാർമസിയിൽ ചെന്ന് സഹപ്രവർത്തകയോട് വിവരം പറഞ്ഞിട്ട് തിരികെ വിശാഖിൻ്റെ അരികിലെത്തി. നിർബന്ധമില്ലെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ അവളെ അറിയിച്ചു. അവൾ അതിന് സമ്മതം മൂളി. കാരണം വീട്ടിൽ ചെന്നാൽ അമ്മ ഒറ്റയ്ക്ക് വല്ലാതെ വിഷമിക്കും. ഇവിടെയാകുമ്പോൾ അവളുടെ ശ്രദ്ധ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചു. ജനറൽ വാർഡിലെ ആദ്യ ബെഡ് തന്നെയായിരുന്നു അവന് കിട്ടിയത്. 1 മണിക്കൂറിനുള്ളിൽ അമ്പിളിയമ്മ ആശുപത്രി വാർഡിലെത്തി. അവനെ ആ നിലയിൽ കണ്ടപ്പോൾ അവരുടെ ചങ്ക് തകർന്നുപോയി. എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യക്കേട്. അവന് IASൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴാണ് ദൈവം ചതിച്ചത്. അമ്പിളിയമ്മ കരഞ്ഞു പറഞ്ഞു. ഇൻ്റർവ്യൂവിന് വിളിച്ചോ? അടുത്തു നിന്ന് ഷിഖ ചോദിച്ചു. അതേ മോളെ, മിനിഞ്ഞാന്ന് കിട്ടിയതാ. നിന്നോട് പറയാൻ മറന്നുപോയി, അമ്പിളിയമ്മ പറഞ്ഞു. ഈ നിലയിലും അവൾക്ക് സന്തോഷം തോന്നി. എന്നാണമ്മേ? 8-ാം തീയതി മറ്റോ ആണ്, അമ്പിളിയമ്മ പറഞ്ഞു. സാരമില്ല, സമയമുണ്ടല്ലോ, അതിനു മുമ്പ് ഭേദമാകും, അവൾ പറഞ്ഞു. അതിനിവൻ എന്തൊക്കെയോ പരിക്ക്. ചെവി മൂടിപ്പൊതിഞ്ഞിരിക്കുമല്ലേ. കാലിന് പ്ലാസ്റ്ററും ഇട്ടിരിക്കുന്നു. അമ്മയും പെങ്ങളും പറയുന്നത് കേട്ട് കിടന്നതേ ഉള്ളൂ വിശാഖ്. പാദത്തിൻ്റെ ജോയിൻറ്റിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. കാത് ചെറുതായി മുറിഞ്ഞിട്ടുമുണ്ട്. സ്റ്റിച്ചിട്ടു, ഷിഖ പറഞ്ഞു. ഈ സമയം രത്തനും അവിടെ എത്തി. എന്താളിയാ, ഇതെന്ത് പണിയാ കാണിച്ചേ? വിശാഖിൻ്റെ അടുത്തെത്തിയ രത്തൻ ചോദിച്ചു. വിശാഖ് ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. വേണ്ട, ചിരിക്കണ്ട. ബൈക്കിലൊക്കെ പോകുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കണമെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ല. ആട്ടെ, ഇതെവിടെ വെച്ചാൽ സംഭവിച്ചേ? രത്തൻ ചോദിച്ചു. ബൈപ്പാസിൽ മധുമൂല റോഡിൽ നിന്നും ഒരു ചരക്ക് വണ്ടി ഇറങ്ങി വരികയായിരുന്നു. അതിൻ്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചെങ്കിലും ആ വണ്ടിയുടെ പിറകിൽ തട്ടി. ബൈക്ക് റോഡിൻ്റെ സൈഡിലേക്ക് തെന്നി പറഞ്ഞു. സ്പീഡ് കുറവായിരുന്നു, വിശാഖ് പറഞ്ഞു. ഭാഗ്യം, വണ്ടിക്കടിയിൽ പോയില്ലല്ലോ. ചെവിക്ക് വലിയ മുറിവാണോ? ഷിഖയോടാണ് രത്തൻ ചോദിച്ചത്. ഏയ്, ചെറിയ മുറിവ്, വരിപ്പ് പൊട്ടിയിട്ടുണ്ട്. കാലിന് ചെറിയൊരു സ്ക്രാച്ച്, അവൾ പറഞ്ഞു. എന്തായാലും ഒരാഴ്ച ഇവിടെ കിടക്കണമായിരിക്കും, രത്തൻ പറഞ്ഞു. ഇവന് IASൻ്റെ ഇൻ്റർവ്യൂവിന് വിളി വന്നു, അവൾ പറഞ്ഞു. ആ നേരോ? എന്ന്? 8-ാം തീയതി, വിശാഖ് പറഞ്ഞു. കണ്ണയിൽ തട്ടേണ്ടത് പിരിയത്തിൽ തട്ടിപ്പോയി അല്ലമ്മേ, രത്തൻ അമ്പിളിയമ്മയെ നോക്കി പറഞ്ഞു. അതേ മോനെ, നെടുവീർപ്പോടെ അമ്പിളിയമ്മ പറഞ്ഞു. ഇതുകൊണ്ട് തീർന്നെന്ന് വെച്ചോ നിങ്ങൾ? അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ഒരു വലിയ ദോഷം കൂടിയുണ്ട് ഇവന്. ഷിഖ പറയാൻ പോകുന്നത് എന്തെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ശാപം കൂടി
അതിന് പരിഹാരം കണ്ടേ ഇവൻ്റെ കാലക്കേട് മാറും. മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ശബ്ദമൊതുക്കിയാണ് ഷിക പറഞ്ഞത്. വിശാഖ് മുഖം വെട്ടിച്ചു കിടന്നു. ഗ്രീഷ്മയെ അറിയിച്ചില്ലേ? രത്തൻ അറിയിച്ചു. അവൾക്കിന്ന് നൈറ്റാ. പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പോയിട്ടുണ്ടല്ലോ അല്ലേ? രത്തൻ ചോദിച്ചു. പെട്ടെന്ന് അത് തടഞ്ഞ പോലെ വിശാഖ് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവരുത്, കേസൊന്നും വേണ്ട. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിശാഖിൻ്റെ പത്രം ഓഫീസിൽ നിന്നും സുരിയയും അരുണും നീതും വന്നു. അപ്പോൾ അവിടെ ബൈസ്റ്റാൻഡറായി അമ്പിളിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ട അമ്പിളിയമ്മ സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റ് ഭവ്യതയോടെ നിന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നീതി ചോദിച്ചു. കേട്ട വിവരങ്ങൾ അമ്പിളിയമ്മ വിശദമായി വിവരിച്ചു. IAS നേടാനുള്ള ഇൻസ്പിറേഷനിലായിരുന്നു വിശാഖ്. അപ്പോൾ വഴിയും വാഹനമൊന്നും മനസ്സിൽ തങ്ങിയില്ല അല്ലേ വിശാഖ്? സൂര്യ ചോദിച്ചു. ശരിയെന്ന അർത്ഥത്തിൽ വിശാഖ് പുഞ്ചിരിച്ചു. ഇൻ്റർവ്യൂവിന് മുമ്പ് എല്ലാം മാറുമായിരിക്കും അല്ലേ മാഡം? അരുണ ചോദിച്ചു. തീർച്ച, വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റിക്കവർ ചെയ്യാനാവും, സൂര്യയും പറഞ്ഞു. അവന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത ശേഷം അവർ മടങ്ങി. വിവരമറിഞ്ഞതുപോലെ ഗ്രീഷ്മ പരിഭ്രാന്തയായിരുന്നു. എത്രയും വേഗം ആശുപത്രിയിലേക്ക് ഓടിയെത്താൻ അവളുടെ മനസ്സ് തിടുക്കം കൂട്ടി. നിതിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. ചേച്ചി പെട്ടെന്നെല്ലാം മറന്നോ? അച്ഛൻ വീണ് കിടന്നിട്ടൊന്ന് നോക്കിയിട്ട് പോലുമില്ല അയാൾ. എനിക്കുണ്ടായ നാണക്കേടിന് കാരണക്കാരനോ അയാളല്ലേ? എന്നിട്ടിപ്പോൾ ചേച്ചിയുടെ മനസ്സങ്ങ് അലിഞ്ഞു. അവൻ പറഞ്ഞു. എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാനൊക്കുമോ? അവൾ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പ്രതിഷേധം കൊണ്ട് ചോദിച്ചു. വേണ്ട, മറക്കണ്ട, പൊയ്ക്കോ. ഞങ്ങളെയൊക്കെ മറന്നിട്ട് ചേച്ചി പൊയ്ക്കോ. അവൾക്ക് സങ്കടം വന്നു. അച്ഛനും അമ്മയും ഇതറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചേച്ചിക്കറിയോ? ചേച്ചി അടിച്ചു പുറത്താക്കും. അവൻ്റെ നിഗമനം അങ്ങനെ എത്തിയിരുന്നു. അവൾ അവനോട് തർക്കിക്കാൻ നിന്നില്ല. മൊബൈലെടുത്ത് അമ്മയെ വിളിച്ചു. സംഭവമെല്ലാം വിശദീകരിച്ചു. അമ്മയും നിതിന് സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. അമ്മ അവസാനം അച്ഛന് ഫോൺ കൈമാറുന്നത് അവൾ അറിഞ്ഞു. മോളെ, അച്ഛൻ്റെ ശബ്ദം. അവൾ മൂളി. മൂളിൽ സങ്കടം മുറ്റി നിന്ന ശബ്ദമായിരുന്നെന്ന് അച്ഛന് മനസ്സിലായി. അമ്മയും മോളും സംസാരിച്ചു നിന്ന് എനിക്ക് ഏകദേശ കാര്യം പിടികിട്ടി. പരിക്ക് വല്ലതും കൂടുതലുണ്ടോ മോളെ? വാസുദേവൻ നായർ ചോദിച്ചു. ഒന്നും അറിയില്ല അച്ഛാ, ചെന്നാലേ അറിയാൻ കഴിയൂ. നിതിനും അമ്മയും പറയണു ഇപ്പോൾ പോകണ്ടെന്ന്. എങ്ങനെ അച്ഛാ? അവൾ അച്ഛനോട് ചോദിച്ചു. മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അമ്മ. അച്ഛൻ്റെ വാക്കുകൾ മുറിഞ്ഞപ്പോൾ അവൾ ഫോൺ കട്ടാക്കി. അമ്മയുടെ മനസ്സൊട്ടും കഠിനമല്ലായിരുന്നു പണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആക്കിയത് നിധിൻ്റെ സംഭവത്തോടെയാണെന്ന് അവൾക്കറിയാം. അവൾ ഇടയ്ക്കിടെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. എത്രയും വേഗം വൈകുന്നേരമാകാൻ അവളുടെ മനസ്സ് തിടുക്കം കൊണ്ടു. വൈകുന്നേരം ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാർഡിലെത്തി അവൾ അവനെ കണ്ടു. കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു അവൻ. അവൾ അവിടേക്ക് കയറി വരുന്നത് കണ്ടു. പെട്ടെന്ന് മുഖം തലയിണയിലേക്ക് പൂഴ്ത്തി. അവൻ്റെ ബെഡിനരികിൽ മറ്റാരെയും അപ്പോൾ അവൾ കണ്ടില്ല. അമ്മയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പുറത്തേക്ക് വേറെന്തെങ്കിലും കാര്യത്തിനാവും പോയിരിക്കുക അവൾ വിചാരിച്ചു. അവൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ആ കിടപ്പ് കണ്ടിട്ട് നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു. കണ്ണീരടർന്നു വീണപ്പോൾ സാരിത്തലപ്പ് കൊണ്ട് തുടച്ചു. തൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴിതാ തന്നെ കണ്ടിട്ട് മുഖം പൂഴ്ത്തി കിടക്കുന്നു. തൻ്റെ സ്നേഹം നിത്യവും കോരിക്കുടിക്കണമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ വെറുപ്പ് ശീലമാക്കിയിരിക്കുന്നു. ഈ അവഗണന സഹിക്കാനാവുന്നില്ല. ആ, മോളെത്തിയോ? ഫ്ലാസ്കിൽ ചായയും വാങ്ങി വന്ന അമ്പിളിയമ്മ പിന്നിൽ വന്നുവെന്ന് ചോദിച്ചു. ആ, വന്നമ്മേ, 2 മിനിറ്റായുള്ളൂ. തിരിഞ്ഞ അമ്മയെ നോക്കിയ ഗ്രീഷ്മ പറഞ്ഞു. അവനോട് സംസാരിച്ചില്ലേ? ഗ്രീഷ്മ അതിന് മറുപടി പറഞ്ഞില്ല. നീ എന്താടാ, മോള് വന്നത് അറിഞ്ഞില്ലേ? അമ്പിളിയമ്മ മകനോട് ചോദിച്ചു. അമ്മ ചായ വാങ്ങിയോ? അവൾക്ക് നോട്ടം കൊടുക്കാതെ മറു ചോദ്യവുമായി അവൻ തിരിഞ്ഞു. ആ, വാങ്ങി. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അമ്പിളിയമ്മ ഗൗരവത്തിൽ ചോദിച്ചു. ആശുപത്രിയല്ലേ, പലരും വരും പോകും, അവൻ പറഞ്ഞു. അതുപോലെയാണോടാ ഇവള്? അമ്പിളിയമ്മയ്ക്ക് ദേഷ്യം വന്നു. അവൻ്റെ വാക്കുകൾ മനസ്സിൽ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിലും അവൻ പറയട്ടെ എന്ന് വിചാരിച്ച് അവൾ അല്പനേരം കൂടി അവിടെ നിന്നു. എന്നിട്ട് അമ്പിളിയമ്മയോടെ പറഞ്ഞു. ജോലിക്ക് കയറാനുള്ള സമയമായമ്മേ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ മോള് ചെല്ലേ, ഇടയ്ക്ക് വരില്ലേ? അമ്പിളിയമ്മ ചോദിച്ചു. വരാമെന്ന് പറഞ്ഞ് അവൾ വാർഡ് വിട്ട് പുറത്തേക്ക് കിടന്നു. അധ്യായം 20. സമയം രാത്രി 8 മണി. പുരുഷന്മാരുടെ വാർഡിൽ തന്നെയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഡ്യൂട്ടി. രോഗികൾക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായിരുന്നതിനാൽ വേണ്ട മരുന്നുകൾ തിട്ടപ്പെടുത്തി മെഡിസിൻ ബോക്സിൽ എടുത്തു വെച്ച് അതുമായി ഓരോ ബെഡിനരികിലേക്കും അവൾ നീങ്ങി. ഇഞ്ചക്ഷൻ എടുക്കാനുള്ളവർക്ക് ഇഞ്ചക്ഷനും ഗുളികകൾ കൊടുക്കാനുള്ളവർക്ക് ഗുളികയും കൊടുത്തു തുടങ്ങി. അവളോടൊപ്പം നേഴ്സിംഗ് അസിസ്റ്റൻ്റ് സുമയും സഹായത്തിനുണ്ട്. നേഴ്സിൻ്റെ വേഷരൂപത്തിൽ കണ്ട മരുമകളെ
വിശാഖിൻ്റെ ബെഡിനരികിലിരുന്ന് അമ്പിളിയമ്മ സസൂക്ഷ്മം നിരീക്ഷിച്ചു. രോഗികളോടൊക്കെ എന്ത് സ്നേഹമായാണ് അവളെ പെരുമാറുന്നത്. ഇഞ്ചക്ഷൻ വേളയിൽ അവളുടെ സ്നേഹത്തിലുള്ള ചോദ്യവും സംസാരവും കേട്ട് സൂചി കയറ്റുന്ന വേദന പോലും രോഗികൾ അറിയുന്നില്ല. എന്നാൽ അവളുടെ ഉള്ളിൽ തീക്കലനാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അവസാനം അവൻ്റെ അരികിലും അവരെത്തി. അവൾ അടുത്തു വരുന്നതറിഞ്ഞ് വിശാഖ് എതിർദിശയിലേക്ക് മുഖം വെട്ടിച്ചു കിടന്നു. ഹലോ. മറ്റു രോഗികളോടെന്ന പോലെ ചുമതലാബോധത്തോടെ അവനെ അവൾ മെല്ലെ തട്ടി വിളിച്ചു. ഇഞ്ചക്ഷനുണ്ട്, ചൂടും പരിശോധിക്കണം. ഒന്ന് നേരെ കിടന്നേ, അവൾ പറഞ്ഞു. നിവൃത്തിയില്ലാതെ അവൻ തിരിഞ്ഞു. 4 കണ്ണുകൾ പരസ്പരം മുടക്കി. അതിനിടയിൽ വൈകാരിക നിമിഷങ്ങൾ തകർത്തു പെയ്തു. വേദന എങ്ങനെ? അവൾ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. ഇല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ഉണ്ട്, അവൻ അനിഷ്ടത്തോടെ പറഞ്ഞു. വാന്ന് തുറക്ക്, ഇതൊതുക്കി പിടിക്ക്. തെർമോമീറ്റർ അവൻ്റെ വായ്ക്കരികിലേക്ക് അവൾ അടുപ്പിച്ചു. അല്പനേരത്തിന് ശേഷം അവൻ്റെ വായിൽ നിന്നും അതെടുത്ത് പരിശോധിച്ചു. സാരമില്ല, അവൾ അമ്പിളിയമ്മയോടായി പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിക്കണം, അമ്പിളിയമ്മ പറഞ്ഞു. എങ്കിൽ നേഴ്സിംഗ് റൂമിലേക്ക് വാ, അവിടെ ഡൈനിങ് ഹാളുണ്ട്, അവിടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം, അവൾ പറഞ്ഞു. അമ്പിളിയമ്മയ്ക്ക് സന്തോഷമായി. വരാം മോളെ. വിശാഖ തൻ്റെ ഭർത്താവാണെന്നും തമ്മിൽ നേരിയ പിണക്കത്തിലാണെന്നും കൂട്ടിനെത്തിയ പുതിയ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനോട് ഗ്രീഷ്മയ്ക്ക് പറയേണ്ടി വന്നു. ഡൈനിങ് ടേബിളിൽ വെച്ച് ആഹാരം കഴിക്കുന്നതിനിടയിൽ അമ്പിളിയമ്മ അവളോട് ചോദിച്ചു. എങ്ങനെ മോളെ, നിനക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും? ഗർഭിണിയായ മരുമകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ ഉതിർന്ന ശബ്ദം. ഇല്ലമ്മേ, ശരീരത്തിനൊന്നുമില്ല, മനസ്സിനേ ഉള്ളൂ, അവൾ പറഞ്ഞു. എല്ലാം മാറും മോളെ. ഈ വാശിയൊന്നും അവൻ അധിക നേരത്തേക്ക് ഉണ്ടാവില്ല. നീ നോക്കിക്കോ, ഞാൻ നിന്നെ ഉടനെ വിളിക്കും. ഇല്ലമ്മേ, എനിക്ക് വിശ്വാസമില്ല. ഈ വാശി തീരാൻ പോണില്ല. എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, അമ്പിളിയമ്മ ഉറപ്പിച്ച് പറഞ്ഞു. മോള് കൊടുത്ത കേസൊന്ന് പിൻവലിച്ചാൽ മാത്രം മതി. കേസിൻ്റെ ഇടപാട് അച്ഛനല്ലേ, ഞാൻ അപേക്ഷയിൽ ഒപ്പിട്ടതല്ലേ ഉള്ളൂ, അവൾ പറഞ്ഞു. വാസുവേട്ടൻ്റെ മനസ്സ് മാറും മോളെ. അതെ അമ്മേ, അച്ഛൻ്റെ മനസ്സ് മാറി. പക്ഷേ എൻ്റെ അമ്മയ്ക്കാണ് ഇപ്പോൾ മാറ്റമില്ലാത്തതെന്ന് എങ്ങനെ ഞാൻ അമ്പിളിയമ്മയോട് പറയും? പാത്രത്തിലെ ചോറിൽ വിരകിക്കൊണ്ട് അവൾ വിചാരിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ. മറ്റെന്തോ കാര്യം പറയാനുള്ള മട്ടിലായിരുന്നു അമ്പിളിയമ്മയുടെ ഭാവമെന്ന് അവൾ കണ്ടു. എന്താ അമ്മേ? അവൾ ചോദിച്ചു. അവനെ IAS സെലക്ഷനിലെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. നേരോ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. എന്നാണമ്മേ? അടുത്ത 8-ാം തീയതി. ആ സമയം അവളുടെ മനസ്സ് അവന് വിജയാശംസകൾ നേരുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് 7:30 സമയം. വീണ്ടും രോഗികൾക്കുള്ള മരുന്ന് കൊടുത്ത ശേഷം അവൾ നൈറ്റ് റിപ്പോർട്ട് എഴുതാനിരുന്നു. അടുത്ത ഡ്യൂട്ടി നേഴ്സ് വരുമ്പോഴേക്കും അത് ഹാൻഡ് ഓവർ ചെയ്യണം. നേഴ്സ് ഓഫ് നോട്ട്സ് എഴുതി കഴിഞ്ഞ് ഗ്രീഷ്മ ഡ്രസ്സ് മാറി കാത്തിരുന്നു. ഇടയ്ക്കിടെ വിശാഖിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾ പോവുകയും വരികയും ചെയ്തു. രാത്രിയിൽ ചില ഞരക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വേദനയ്ക്ക് കുറവുണ്ടായിരുന്നതായി അമ്മയിൽ നിന്നും അറിഞ്ഞു. അടുത്ത ഡ്യൂട്ടി നേഴ്സ് വന്നപ്പോൾ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം അവൾ വീണ്ടും വിശാഖിൻ്റെ അരികിലെത്തി. മോള് പോകാൻ തയ്യാറായോ? അമ്പിളിയമ്മ ചോദിച്ചു. പോകണം. ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ടേ ഉള്ളൂ. 9 മണിയായപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നു. തുടക്കം വിശാഖിൻ്റെ ബെഡ് മുതലായതുകൊണ്ട് എളുപ്പമായി. ഗ്രീഷ്മ വിശാഖിൻ്റെ കാര്യം ഡോക്ടറെ ധരിപ്പിച്ചു. സീനിയർ ഡോക്ടർ അവളുടെ ഭർത്താവാണെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെയുണ്ട് വിശാഖ്? ഡോക്ടർ ചോദിച്ചു. ശരീരമാകെ വേദനയുണ്ട്, ചെവി മരവിപ്പാണ്, അവൻ പറഞ്ഞു. ഒക്കെ മാറിക്കോളും, ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും, പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അകന്നു കഴിഞ്ഞ് അവൾ അമ്മയോട് യാത്ര പറഞ്ഞു. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം അമ്മേ. അമ്പിളിയമ്മ മൂളി. ഒരു യാത്രാനുവാദം തന്നോടുകൂടിയാണെന്ന് വിശാഖിന് മനസ്സിലായിരുന്നു. എങ്കിലും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ അവൻ തയ്യാറായില്ല. ഗ്രീഷ്മ വീട്ടിൽ ചെല്ലുമ്പോൾ സുധർമ്മ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് തയ്യാറാക്കുകയായിരുന്നു. ഗ്രീഷ്മ വരുന്നതിന് മുമ്പ് രാവിലത്തെ ഭക്ഷണം ശരിയാക്കി അടുപ്പത്ത് വെള്ളം കലത്തിൽ അരിയിട്ട് തിളപ്പിച്ചിരിക്കും. പിന്നെ വേണ്ട കറിവേപ്പായിരിക്കും ഗ്രീഷ്മയ്ക്കുള്ളത്. അതിനുശേഷം സുധർമ്മ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പതിവതാണ്. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ മോൾക്ക്. ഗ്രീഷ്മ ഡ്രസ്സ് മാറി അടുക്കളയിൽ ചെന്നപ്പോൾ സുധർമ്മ പറഞ്ഞു. ഇന്ന് പിള്ളേരുടെ സ്കൂളിൽ പോകണം, ഏതോ മീറ്റിംഗ് ഉണ്ട്, സുധർമ്മ അനുബന്ധമായിട്ട് പറഞ്ഞു. അതിനെന്താ ചേച്ചി പോയിക്കോ. അവനെന്തിയ നിതിൻ? എണീറ്റോ? അവൾ തിരക്കി. ബാത്റൂമിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയായിരുന്നു. കെട്ടിയവൻ എങ്ങനെയുണ്ട് മോളെ? പോകാനുള്ള ഇറക്കത്തിനിടയിൽ സുധർമ്മ ചോദിച്ചു. സാരമില്ല, ചെറിയ പരിക്കേ ഉള്ളൂ, അവൾ പറഞ്ഞു. അത്രയും അറിഞ്ഞ ശേഷം സുധർമ്മ നടന്നു നീങ്ങി. സുധർമ്മയോട് പറഞ്ഞില്ലെങ്കിലും നല്ല ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക്.
അത് കാരണം ഉച്ചക്കത്തെ നിതിനുള്ള ടിഫിൻ എടുക്കാൻ വൈകുമെന്ന് അവൾക്ക് തോന്നി. ഇന്നവൻ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കട്ടെ, അതിനു വേണ്ട പൈസ കൊടുക്കാം. ആ തീരുമാനത്തോടെ അവന് രാവിലെ കഴിക്കാനുള്ളത് ടേബിളിൽ എടുത്തു വെച്ചിട്ട് അവനെ വിളിച്ചു. അവൻ വന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും ആശുപത്രിയിലെ വിവരങ്ങളൊന്നും ചേച്ചിയോട് ചോദിച്ചില്ല. അതിൽ ഗ്രീഷ്മയ്ക്ക് വിഷമവും തോന്നിയില്ല. ഇതിന് ടിഫിൻ തയ്യാറായിട്ടില്ല, ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് നീ കഴിക്കുക, അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഇന്നലെ സംസാരിച്ചതിൻ്റെ പിണക്കഭാവം ഉണ്ട് അവൻ്റെ മുഖത്ത്. നിതിൻ പോയി കഴിഞ്ഞ് അവൾ അവളുടെ മുറിയിലെത്തി. ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അമ്മേ, അച്ഛനെങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. നല്ല മാറ്റമുണ്ട്, കാലും കൈയും ഇപ്പോൾ ചലിപ്പിക്കാനാവും. തിരുമ്മും ഒഴിച്ചിലും യോഗയും മരുന്നും എല്ലാം ഉണ്ട്. കൃത്യ അളവിൽ സമയം പാലിച്ച് ഭക്ഷണം. എന്ത് വൃത്തിയുള്ള ഇടമാണെന്നോ. അതിലുള്ള ആളുകൾ എപ്പോഴും നല്ല ശ്രദ്ധയില്ല. എന്തേ, നിതിൻ കോളേജിൽ പോയോ? വിവരങ്ങൾ അത്രയും പറഞ്ഞിട്ട് സീത ചോദിച്ചു. പോയി, അവൾ പറഞ്ഞു. സുധർമ്മയും പോയല്ലോ? പോയി. ആ മോളെ, ചന്ദ്രാനന്ദൻ്റെ മമ്മി അമേരിക്കയിൽ നിന്നും വിളിച്ച് അച്ഛൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു. കൂട്ടത്തിൽ നിൻ്റെ കാര്യവും തിരക്കി. നിൻ്റെ കേസൊക്കെ എവിടെ വരെയായെന്നും ചോദിച്ചു. സീത പറഞ്ഞു. എത്ര പെട്ടെന്ന് അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാം SP അറിയിച്ചതാണ്. ഗ്രീഷ്മയ്ക്ക് മനസ്സിലായി. അയാൾക്ക് തൻ്റെ മേൽ ഒരു കണ്ണുണ്ടെന്ന്. അതിനു വേണ്ട ശ്രമമാണ് അയാൾ നടത്തുന്നതെന്ന്. പക്ഷേ ആ മോഹം നടക്കില്ല. ഒരുപക്ഷെ നിന്നെ അവർക്ക് വേണ്ടിയിട്ടാവും മോളെ ഈ ചോദ്യം പറച്ചിലും. സീത തുടർന്ന് പറഞ്ഞു. അമ്മ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, അവൾ പറഞ്ഞു. അതെന്താ, നിനക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാന്നാണോ ഭാവം? അതൊന്നും വേണ്ട. ഞങ്ങളുടെ കാലം കഴിയുന്നതിന് മുമ്പേ നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. അതിനിപ്പോൾ തടസ്സമുള്ളത് നിന്റെ വയറ്റിൽ നാമ്പിട്ടിരിക്കുന്ന ആ കുരിപ്പ, അതിനെ ഒഴിവാക്കണം, സീത പറഞ്ഞു. അമ്മേ, അവൾ ശക്തമായി വിളിച്ചു. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? പറയാനുള്ളതാ ഞാൻ പറഞ്ഞ്, സീത പറഞ്ഞു. ഗ്രീഷ്മ ഫോൺ കട്ടാക്കി. അമ്മയോടിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അമ്മ പറയുന്നതെല്ലാം ഒരു വഴിക്കാണ്, നടക്കാത്ത സ്വപ്നങ്ങൾ. സമയം 11 മണി. ഒരു വണ്ടി മുറ്റത്ത് വന്നു നിൽക്കുന്ന ശബ്ദം അവൾ അകത്തിരുന്ന് കേട്ടു. ആരാണെന്ന്? അവൾ പുറത്തേക്ക് നോക്കി. ചന്ദ്രാനന്ദ്. അയാൾ കാറിൽ നിന്നും ഇറങ്ങുന്നു. ഔദ്യോഗിക വേഷത്തിലല്ല. എന്തിനാണിപ്പോൾ ഈ വരവ്? ഗ്രീഷ്മ ചിന്തിച്ചു. അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ഗ്രീഷ്മ, അന്തം വിട്ട പോലെ നോക്കുന്നു? അല്ല സാറ് രാവിലെയോ? ഇപ്പോൾ സമയം ഉച്ചയോടെ എടുക്കുന്നു, അയാൾ ചിരിച്ചു. വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ സാർ? ആശങ്കയോടെ അവൾ ചോദിച്ചു. ഉണ്ട്, പറയാം. എന്താ, അകത്തിരുന്നിട്ട് പോരെ, അതോ ഇവിടെ വെച്ച്? സോറി സാർ, അകത്തിരിക്കാം, വരൂ. അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ അകത്ത് കയറി ഹാളിലെ കസേരകളിൽ ഒന്നിരുന്നു. അവൾ അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു. ഗ്രീഷ്മയ്ക്ക് എന്തുണ്ട് വിശേഷം? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല സാർ, അവൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഒത്തിരി അടുത്തില്ലേ, ഇനിയിപ്പോൾ ഈ സാറ് വിളിയൊന്ന് മാറ്റിപ്പിടിച്ചാലോ? അവൻ ചിരിച്ചു. അത് പിന്നെ അവൾ മടിച്ചു. ചന്ദ്രേട്ടാന്ന് വിളിച്ചോ? ചന്ദ്രേട്ടനോ? ഏയ്, അതെങ്ങനെ വിളിക്കും? അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാളെ, അതും ഒരു പോലീസ് ഓഫീസറെ. അതുമല്ല, ആളോട് വലിയ അടുപ്പമൊന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല. പിന്നെ വേണ്ട, അവൾ ചെറു പുഞ്ചിരിയോടെ നിന്നു. അങ്കിളിന് നല്ല ഭേദമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, ചന്ദ്രാനന്ദ് പറഞ്ഞു. അറിഞ്ഞു, അവളും പറഞ്ഞു. പ്രതീക്ഷിച്ചാലും നേരത്തെ പോരാ, അയാൾ തുടർന്ന് പറഞ്ഞു. അവൾ സന്തോഷം നിറഞ്ഞ പുഞ്ചിരി നൽകി. പിന്നെ അവൾ ചിന്തിച്ചു, ഇത് പറയാനായിരിക്കുമോ അദ്ദേഹം ഇവിടം വരെ വന്നത്? അല്ല, മറ്റെന്തോ ഉണ്ട്. അനിയൻ കോളേജിൽ പോയിരിക്കും അല്ലേ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അതേന്ന് അവൾ മൂളി. വന്ന കാര്യം പറഞ്ഞില്ല. അവൾ അവൻ്റെ ശ്രദ്ധ വരവിൻ്റെ ഉദ്ദേശത്തിലേക്ക് വലിച്ചിട്ടു. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടു ചൊളിച്ചു. ആലോചനയോടെ പറയാനെന്ന മട്ടിൽ. എന്തായിരിക്കും? അവളുടെ മനസ്സ് വ്യാകുലമായി. അനിയൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവളുടെ ആശങ്ക വർദ്ധിച്ചു. അവൻ വീണ്ടും എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയോ? എന്താണ് സർ, അവൻ എന്തെങ്കിലും? അവൾ ചോദിച്ചു. അവനിപ്പോൾ ചെറിയൊരു കുഴപ്പത്തിലാണ്. ഗ്രീഷ്മ മിഴിച്ചു നോക്കി. അവൻ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ ക്ലർക്കിൻ്റെ മകളോട് മോശമായിട്ട് പെരുമാറി. എവിടെ വെച്ച്? എങ്ങനെ? അവൾ സംഭ്രമത്തോടെ ചോദിച്ചു. സംഭവം നടന്നത് അവർ രണ്ടുപേരും പഠിക്കുന്ന കോളേജിൽ വെച്ച് തന്നെയാണ്. കാരണം ഗ്രീഷ്മയുടെ അനിയനെ അവൾ കഞ്ചാവ് എന്ന് വിളിച്ചു. അവനത് ഇഷ്ടപ്പെട്ടില്ല. അവളോട് ഒന്നും രണ്ടും പറഞ്ഞ് ആ പെണ്ണിനെ തള്ളി താഴെയിട്ടു. അയാൾ പറഞ്ഞു. തള്ളി താഴെയിട്ടോ? ഈശ്വര, കുഴപ്പങ്ങളൊന്നും വിട്ടുപിരിയുന്നില്ലല്ലോ. അവൾ സങ്കടപ്പെട്ടു. പെൺകുട്ടിയുടെ അമ്മ കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പയ്യൻ ഗ്രീഷ്മയുടെ അനിയനാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വന്നത്, ചന്ദ്രാനന്ദ് പറഞ്ഞു. എന്താ സർ ചെയ്യുക? അവൾ ചോദിച്ചു. ഒരു പെൺകുട്ടിയുടെ ദേഹത്താണ് അവൻ കൈവച്ചിരിക്കുന്നത്. ഇനി മറ്റു പലതുമായി മാറാം കേസ്, പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റു. കേസിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾക്ക് ഭയമായി. സർ,
അവൾ വിളിച്ചു. സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം. അവൻ പാവമാണ്, അല്പം എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക എന്ന് എനിക്കൊരു രൂപമില്ല. അവൾക്ക് സങ്കടം വന്നു. അവൻ ചിരിച്ചു. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. സൗന്ദര്യം വഴിഞ്ഞു നിൽക്കുന്ന ആ മുഖത്ത് ആ കണ്ണുനീർ മുത്തുകൾ അടർന്നു വീണാൽ അഭംഗി തന്നെ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഇങ്ങനെ? ഞാനില്ല കൂടെ, ധൈര്യമായിരിക്കും. അവൻ അവൻ്റെ ഇടതുകൈ അവളുടെ തോളത്ത് വെച്ചു. അവൾ അമ്പരന്നു. ആ സ്പർശനത്തിന് അപകടത്തിൻ്റെ സൂചന പോലെ. അവൾ അകന്നു മാറി. എന്താ മാറിക്കളഞ്ഞേ? എന്നെ പേടിയാണോ? പേടിക്കണ്ട, എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ വീട്ടുകാർ. അയാൾ പറഞ്ഞു. അവർ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ തീരുമാനിക്കണ്ടേ? അവൾക്ക് ദേഷ്യം വന്നു. ഗ്രീഷ്മയ്ക്ക് തീരുമാനിക്കാമല്ലോ, അതറിയാനും കൂടിയാണ് ഞാൻ വന്നത്. എനിക്ക് താല്പര്യമില്ല. അവൾ ഗൗരവം കൊണ്ടു. അപ്പോൾ അനിയൻ്റെ കേസ്? അയാൾ കൗശലത്തോടെ പറഞ്ഞു. അവൾ അയാളെ രൂക്ഷമായി നോക്കി. ഇതൊരു ട്രാപ്പാണോ? അവൾ ചോദിച്ചു. അല്ല, പറഞ്ഞതെല്ലാം സത്യം. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സഹപ്രവർത്തക തന്നെ പരാതിയാണ്. അത് ഞങ്ങൾക്ക് വെറുതെ തള്ളിക്കളയാനാവില്ല. പിന്നെ ഗ്രീഷ്മ ഒന്ന് സഹകരിച്ചാൽ എല്ലാറ്റിനും ഒരു പരിഹാരമായി. അവൻ കപടമായ ഒരു ചിരി വിടർത്തി. എന്നുവെച്ചാൽ അവളുടെ ശബ്ദം വിറങ്ങലിച്ചു. അവൻ അവളോടടുത്തു. ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ, നമുക്കൊന്നൊന്നാവാൻ. അവൾ അവനെ ഒന്ന് നോക്കി. അവൻ പ്രണയാതുരനായി. അവൾ ഭയന്ന് പിന്മാറി. ഈ നിമിഷം എന്തും സംഭവിക്കാം. സഹായത്തിന് ആരുമില്ല. കരുത്തനായ ഒരു മനുഷ്യനാണ് തൻ്റെ മുന്നിൽ. സാർ പ്ലീസ്, എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. സാർ പോണോ? അവൾ കൊഞ്ചി. ഇല്ല ഗ്രീഷ്മ, നീ ഭയപ്പെടണ്ട. നിനക്കൊരു ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. നീ ഒന്ന് സഹായിക്കേ. നിൻ്റെ അനിയൻ്റെ പ്രശ്നം ഞാൻ നേരെയാക്കാം, അവൻ പറഞ്ഞു. കടക്കുപുറത്ത് അവൾ ശബ്ദമായിരുന്നു. കണ്ണുകളിലെ തീ പാറി. ഇനി ഒരു നിമിഷം നിങ്ങളിവിടെ നിന്നാൽ ഞാൻ ഒച്ച വയ്ക്കും. കരുത്തരായ ചെറുപ്പക്കാർ ഇതിന് ചുറ്റുമുണ്ട്. അവൾ ഉഗ്രഭാവത്തിൽ നിറഞ്ഞാടി. അവൾ സമ്മതിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ പിൻവാങ്ങി. നീ സൂക്ഷിച്ചോ എന്ന അർത്ഥത്തിൽ അവളെ നോക്കിയിട്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി കാറോടിച്ചു പോയി. മുൻവാതിൽ കുറ്റിയിട്ട ശേഷം ഗ്രീഷ്മ അവളുടെ മുറിയിൽ ചെന്ന് കട്ടിലിൽ കമഴ്ന്നു കിടന്ന് തേങ്ങി. കാറ്റേറ്റ് ആടിത്തളർന്ന ഇളം ശിഖരം പോലെ. ഒറ്റക്കായി പോകുന്നതിൻ്റെ ഭീകരത അവൾ അനുഭവിച്ചറിഞ്ഞു. ശക്തി കുറഞ്ഞെടുത്ത് ഉഷ്ണതാപം ഇരച്ചു കയറും. സഹായിക്കാൻ വന്നവൻ്റെ വന്യഭാവം കണ്ട നിമിഷം താനൊന്ന് പതറിയിരുന്നെങ്കിൽ ആ ദുഷ്ടൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞേന്. പരിസരം എല്ലാം കൊണ്ടും അവൻ അനുകൂലമായിരുന്നു. എങ്കിലും ആ നിമിഷം തനിക്ക് കിട്ടിയ ധൈര്യം അവൻ്റെ ആൺശക്തിയെ കീഴ്പ്പെടുത്താനായി. അവൻ ആത്മാഭിമാനി ആയതുകൊണ്ടാവാം മടങ്ങിപ്പോയത്. മറിച്ചൊരാളായിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അയാൾ അടങ്ങിയിരിക്കുമെന്ന് കരുതുന്നില്ല. തൻ്റെ ശ്രമം പരാജയപ്പെട്ടതിൻ്റെ പ്രതികാരം അയാൾ തീർക്കും. അതിനുള്ള അവസരവും അയാളുടെ മുന്നിലുണ്ട്. ഇതിനെ അയാൾ കൊടുക്കും. അവനെ കസ്റ്റഡിയിലെടുത്ത് തന്നോടുള്ള ദേഷ്യം തീർക്കും. എന്തും ചെയ്യും. അമ്മയെയും അച്ഛനെയും ഇത് അറിയിക്കാൻ പാടില്ല. പിന്നെ രത്തേട്ടൻ, വിശ്വാസമുള്ള ഒരേ ഒരാൾ, അതേ ഉള്ളൂ. രത്തേട്ടൻ്റെ സഹായം ഇപ്പോൾ തനിക്ക് ആവശ്യമാണ്. ഒരാളെയെങ്കിലും ഇക്കാര്യം അറിയിക്കണം. അവളുടെ രത്തനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഗ്രീഷ്മ, ഇത് കുഴപ്പം പിടിച്ച പോക്കാം, രത്തൻ ആദ്യം തന്നെ പറഞ്ഞു. SP വിചാരിച്ചില്ലെങ്കിൽ നിതിൻ കുടുങ്ങിയത് തന്നെ. ഞങ്ങളൊക്കെ കീഴുദ്യോഗസ്ഥരല്ലേ, ഞങ്ങൾക്കും പരിമിതികളുണ്ടല്ലോ. പിന്നെ ഞാനിതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്നിട്ട് ഗ്രീഷ്മയെ വിളിക്കാം, അവൻ പറഞ്ഞു. രത്തനോടുള്ള സംസാരം മുറിഞ്ഞ മാത്രയിൽ അവളുടെ ഫോണിലേക്ക് അടുത്ത കോളും എത്തി. ചന്ദ്രാനന്ദിൻ്റെ കോള്. എടുക്കണോ? അവൾ ആലോചിക്കും. മാപ്പ് പറയാനായിരിക്കും, അതോ ഭീഷണിക്കോ? എന്തിനായാലും വേണ്ടില്ല. അവൾ കോളെടുത്തു. എന്താണ്? അവളുടെ ഗൗരവം സ്ഫുരിക്കുന്ന ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഗ്രീഷ്മ, ക്ഷമിക്കണം, അവിവേകം കടന്നുപോയി. മാപ്പ്. ആ വാക്ക് അവളുടെ മനസ്സ് പുച്ഛിച്ചു തള്ളി. എങ്കിലും സാന്ദർഭികമായി അവൾ മറ്റൊരു നയം കണ്ടു. ക്ഷമിക്കാം, പക്ഷേ എൻ്റെ അനിയൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. അവൻ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെ വന്നാൽ ഈ വിവരം ഞാൻ പത്രക്കാർക്ക് വിളമ്പിക്കൊടുക്കും. സാറിന് നാണക്കേടുണ്ടാക്കും. സാറിൻ്റെ ജോലിയെ അത് ബാധിക്കും. അവനിൽ നിന്നും ഒരു ദയയും ഇനി പ്രതീക്ഷിക്കാനില്ലെന്ന വിചാരത്തിൽ തന്നെയാണ് അവൾ ഭീഷണി മുഴക്കിയത്. ചന്ദ്രാനന്ദ് നടുങ്ങി. ഇവൾ അങ്ങനെയൊന്നും ചെയ്താൽ മറ്റൊരു ദുരന്തം കൂടി താൻ ഏറ്റെടുക്കേണ്ടി വരും. ഇന്ന് പത്രവും പണവും ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന അവസ്ഥയാണ്. ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും കൂടി വന്നപ്പോൾ വാർത്താ പ്രാധാന്യവും ഏറി. ഇവിടെ തൻ്റെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞ പതനം ഉറപ്പാണ്. അയാൾ ചിന്തിച്ചു തുടങ്ങി.
പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കണം. ആ സ്ത്രീ കൊണ്ടുവന്ന കേസ് പിള്ളേരുടെ ഭാവിയെ വിചാരിച്ച് അവരുടെ കോളേജ് പ്രിൻസിപ്പലിൻ്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെടാം. അതാണ് നല്ലത്. അവർ സമ്മതിച്ചില്ലെങ്കിലും സമ്മർദ്ദം ചെലുത്തണം. ഗ്രീഷ്മ, അനിയൻ്റെ കേസ് നമുക്ക് കോളേജിൽ വെച്ച് രമ്യതയിൽ തീർക്കാം. അതിന് ഗ്രീഷ്മ വരണമെന്നില്ല. പക്ഷെ ഒരു കാര്യം, വീട്ടിൽ വെച്ചുണ്ടായിരുന്ന സംഭവം ഇരുചെവി അറിയരുത്. ചന്ദ്രാനന്ദ് ആവശ്യപ്പെട്ടു. ഇല്ല, അവൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നിധിൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവനോട് അവൾ സത്യസ്ഥിതി ആരാഞ്ഞു. കഴിഞ്ഞ ദിവസം നിനക്ക് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൻ പോകാനുള്ള തിടുക്കത്തിലായിരുന്നതിനാൽ കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് പറഞ്ഞു. നിൽക്കുന്നതിനെ അവൾ വിളിച്ചു പറഞ്ഞു. അവൻ നിന്നു. നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ കോളേജിൽ നിനക്ക് വല്ല പ്രശ്നമുണ്ടായോന്ന്? ഉണ്ടായി. അതെന്താ? ഒരു വായാടിയുമായി ഏറ്റുമുട്ടി. അതെന്തിന്? അവൾ എന്നെ കഞ്ചാവെന്ന് വിളിച്ചു. ഞാനവിടെ വള്ളിച്ചെടി എന്ന് വിളിച്ചു. അതെന്താ വള്ളിച്ചെടി? വള്ളിച്ചെടി കോളേജ് മുഴുവൻ പടർന്നു കയറുന്ന നുണച്ചെടിയാണെന്ന് കോളേജിലെ പാട്ട്. എല്ലാ കഥകളും മെനയാൻ അവൾ മിടുക്കിയായതുകൊണ്ടാണ് അവൾക്ക് ആ പേര് കിട്ടിയത്. ഇനി ഞാൻ പോയിക്കോട്ടെ പറഞ്ഞിട്ട് അവൻ ധൃതി പിടിച്ചു. വരട്ടെ, ഇതുകൂടി കേട്ടിട്ട് പോയിക്കോ. അവളുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. അവൻ നടുക്കത്തോടെ അവളെ നോക്കി. സാരമില്ല, ഭയപ്പെടണ്ട, ഞാനത് പരിഹരിച്ചോളാം, നീ പോയിക്കോ. അവൾ മുറ്റത്തിറങ്ങി ബൈക്ക് ഓടിച്ചു പോയി. അവൾ വീണ്ടും അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. രത്തേട്ടനായിരുന്നു. ആ രത്തേട്ടാ, പറഞ്ഞോളൂ. ഗ്രീഷ്മ, ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു. കേസൊന്നും ഇല്ലെന്ന അറിവ്. ചെറിയ പ്രശ്നമേ ഉണ്ടായുള്ളൂ. അത് കോളേജിൽ പറഞ്ഞു തീർത്തോളൂ, അവൻ പറഞ്ഞു. സന്തോഷമുണ്ട് രത്തേട്ടാ. രത്തേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവൾ പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ നിങ്ങൾക്ക് അന്യനാണോ? പിന്നെ രാവിലെ എനിക്ക് അല്പം തിരക്കുണ്ട്, പിന്നീട് വിളിക്കാം. ശരി രത്തേട്ടാ. ഫോണ് കട്ടായി. അധ്യായം 21. വിശാഖിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച കൊണ്ട് മുറിവുകൾക്കൊക്കെ നേരിയ വാട്ടം വന്നിട്ടുണ്ട്. അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുക്കണം. പിന്നെ 10 ദിവസം കൂടിയേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അവധിയെടുത്തത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ആ ദിനങ്ങൾ ഇങ്ങനെയുമായി. ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാം നേരെയാക്കണം. ക്ലാസ്സിൽ പോവുകയും പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും വേണം. രാജൻ ബുക്കുകൾ എത്തിച്ചിട്ടുണ്ട്. 8-ാം തീയതി ഡൽഹിയിൽ എത്തണമെങ്കിൽ 3-4 ദിവസം മുന്നേ ട്രെയിനിൽ കയറണം. അവൻ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സിന് പോയി തുടങ്ങി. ബാക്കി സമയങ്ങളിൽ പുസ്തകങ്ങളും ആനുകാലിക സംഭവങ്ങളും അയവിറക്കി. അവസാനം ആ ദിവസം വന്നു, വിശാഖിന് പോകാനുള്ള ദിവസം. വിശാഖ പോകാനുള്ള തിടുക്കത്തിൽ വീടിന് പുറത്തേക്ക് വന്നു. ബാഗും തൂക്കിപ്പിടിച്ച് നിൽക്കുന്ന അവൻ്റെ മുന്നിൽ അവനെ യാത്രയാക്കാൻ അമ്പിളിയമ്മയോടൊപ്പം ശിഖയും രക്തനും കൂടെ നീതുവും ഉണ്ടായിരുന്നു. നീതു അന്ന് രാവിലെ തന്നെ അവൻ്റെ വീട്ടിലെത്തിയിരുന്നു. നീതുവിൻ്റെ കാറിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര. എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ കാറ് നീങ്ങി. ഇവിടുത്തെ എല്ലാ ചലനങ്ങളും ശിഖ ഗ്രീഷ്മയെ അറിയിച്ചു കൊണ്ടിരുന്നു. അവർ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട വിവരം ഉൾപ്പെടെ. സന്തോഷം കൊണ്ട് ഗ്രീഷ്മയുടെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ നിറഞ്ഞൊഴുകി. ആ സന്തോഷം അവൾ അച്ഛനെ ഫോണിൽ വിളിച്ച് പങ്കുവച്ചു. അമ്മയ്ക്ക് വിശാഖേട്ടനുള്ള നീരസം ഉള്ളതുകൊണ്ട് ഇപ്പോൾ വിശാഖേട്ടൻ്റെ കാര്യമോ വീട്ടുകാരുടെ കാര്യമോ ആദ്യം അവൾ പറയുക അച്ഛനോടാണ്. അച്ഛനിപ്പോൾ അവരോട് യാതൊരുവിധ പകയുമില്ലെന്ന് അവൾക്കറിയാം. രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്ന് അച്ഛൻ്റെ വിചാരം. ആരാ നിന്നെ അറിയിച്ചേ? വാസുദേവൻ നായർ മറുതലയ്ക്കിൽ നിന്നും ചോദിച്ചു. ഷികേച്ചി. അവനെ യാത്രയയക്കാൻ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലേ? വാസുദേവൻ നായർ ചോദിച്ചു. ആ ചോദ്യത്തിലെ വിഷമം അവൾക്ക് മനസ്സിലായി. പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ പങ്കാളിയാവേണ്ടവരല്ലേ നമ്മൾ എന്നാണ്. റെയിൽവേ സ്റ്റേഷനിൽ വരെ എല്ലാവരും പോയിട്ടുണ്ട്. നീതു എന്ന് പറയുന്ന കൂട്ടുകാരിയുടെ കാറിൽ അവരുടെ യാത്ര, ഗ്രീഷ്മ പറഞ്ഞു. അല്പനിമിഷം അച്ഛൻ്റെ മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവൾ അങ്ങോട്ട് ചോദിച്ചു. ഹലോ അച്ഛ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു മോളെ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തുപോയി, വാസുദേവൻ നായർ പറഞ്ഞു. അതൊന്നും അച്ഛനിപ്പോൾ ഓർക്കണ്ട. നടക്കാനുള്ളത് എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നടക്കും. വെറുതെ ഓരോന്നും ഓർത്തിട്ട് മനസ്സ് വേദനിപ്പിക്കാതെ. അച്ഛൻ്റെ അസുഖം ഭേദമാക്കാൻ നോക്ക്, അവൾ പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല കുറവുണ്ട് മോളെ, ഞാൻ നടക്കുന്നുണ്ട്, അമ്മ പറഞ്ഞില്ലേ? അയാൾ ചോദിച്ചു. പറഞ്ഞു. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് മടങ്ങിപ്പോരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏതായാലും ചന്ദ്രാനന്ദനെയും അവൻ്റെ മമ്മിയും എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു തന്നതിന്. വെറും ഡോക്ടറല്ല, പാരമ്പര്യ ചികിത്സയിൽ കൂടുതൽ ഗവേഷണം നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം, വാസുദേവൻ നായർ പറഞ്ഞു. ഡോക്ടറെക്കുറിച്ച് കേട്ടപ്പോൾ അഭിമാനം തോന്നിയെങ്കിലും ചന്ദ്രാനന്ദനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളം കത്തിക്കാളി. അവൻ നീലക്കുറുക്കനാണ്. അവന് പല മുഖങ്ങളുമുണ്ടെന്ന് പാവം അച്ഛനറിയില്ല. തന്നോട് ചെയ്ത പ്രവൃത്തി അച്ഛനറിഞ്ഞാൽ അച്ഛൻ അവനെ കുത്തിക്കൊല്ലും. ആ, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, അവൾ സ്വയം സമാധാനം കണ്ടെത്തി. അച്ഛാ, ഫോൺ വെക്കട്ടെ,
ഇന്ന് പകലാ ഡ്യൂട്ടി, പോകാൻ സമയമായി. അവൾ പറഞ്ഞു. ശരി മോളെ. വാസുദേവൻ നായർ ഫോണ് കട്ടാക്കി. പറഞ്ഞതുപോലെ 2 ആഴ്ച കഴിഞ്ഞ് വാസുദേവൻ നായരും സീതയും ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തി. നാട്ടുകാരും വീട്ടുകാരും എല്ലാം വാസുദേവൻ നായരുടെ കാണാനെത്തി. എല്ലാവർക്കും അത്ഭുതം തന്നെ. ഇവിടെ കിടന്ന രീതി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിച്ചല്ല. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഇപ്പോൾ ഒരുവിധം നടക്കും. അത്യാവശ്യ സഹായത്തിനായി ഒരു ഊന്നുവടിയുണ്ട്. ക്രമേണ അതിൻ്റെ ആവശ്യം ഇല്ലാതാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ദൂരമാണെങ്കിലും നടത്തം ഉപേക്ഷിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞരമ്പുകൾ കൈവേറണം, രക്തമോട്ടം ഉണ്ടാവണം, പിന്നെ യോഗയും ചെറുതായിട്ട് ചെയ്യണം. വാസുദേവൻ നായർ വന്നതറിഞ്ഞ് അമ്പിളിയമ്മയും ശിഖയും രക്തനും ഒരു ഓട്ടോറിക്ഷയിൽ കാരാണിമറ്റത്തെത്തി. അപ്പോൾ ഹാളിലെ കസേരയിലിരുന്ന് അന്നത്തെ പത്രം വായിക്കുകയായിരുന്നു വാസുദേവൻ നായർ. സീതയും ഗ്രീഷ്മയും സുധർമ്മയും അടുക്കളയിലുണ്ട്. നിതിൻ കോളേജിൽ പോകാനായി ഇറങ്ങി വന്നു. അച്ഛാ ഞാൻ പോണു, അവൻ വാസുദേവൻ നായരോട് പറഞ്ഞു. ആരാ മോനെ വെളിയിലൊരു ഓട്ടോ നിൽക്കുന്ന ശബ്ദം കേട്ടല്ലോ? വാസുദേവൻ നായർ ചോദിച്ചു. എനിക്കറിയില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നാളെ രാത്രി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പം എല്ലാവരും കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ. വേറൊരു കാര്യം കൂടി, 3 നോവലാണ് ഒരു ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക്, അതേപോലെ വൈകുന്നേരം 5 മണിക്ക്, രാത്രി 9 മണിക്ക്. 3 നോവൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തന്നെ എന്തായാലും റിപ്ലൈ ആയിട്ട് കുറിക്കുക. നമുക്ക് ടൈം ഷെഡ്യൂൾ എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ അതും പ്രത്യേകം പറയണം. അതല്ല, വ്യൂസിനനുസരിച്ച് വ്യൂസ് കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ 2 ഷെഡ്യൂളായിട്ട് മാറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവർക്കും കേൾക്കാമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാം. ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.